ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് മെയ് മാസം 30-ാം തീയതിയാണ്. ഇന്ന് മൊത്തം 6 മലയാളം റിലീസുകളുണ്ട്. ടോട്ടൽ 18ഓളം റിലീസുകളാണ് ഇന്ന് OTT റിലീസ് ചെയ്തായിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ OTT റിലീസ് പൂരം തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ദ ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ യുമ കൗണ്ടി എന്നാണ് സിനിമയുടെ പേര്. ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്പാനിഷ് മൂവിയാണ് ദ ലാസ്റ്റ് സ്റ്റോപ്പ് ഇൻ യുമ കൗണ്ടി. ഇത് ഇംഗ്ലീഷ്, സ്പാനിഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിൽ 2 ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അടുത്തൊരു കന്നഡ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മൈ ഹീറോ എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സ്പാനിഷ് മൂവിയാണ് എ വിഡോസ് ഗെയിം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ്, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ് സീറൻ എന്നാണ് സിനിമയുടെ പേര്. ടെന്റ് കോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് പ്രേമിച്ചോടു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഡാൻസ് പാർട്ടി എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ മനോരമ മാക്സിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് വീര ചന്ദ്രഹാസ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ് വാനിൽ തേടുറേ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 എപ്പിസോഡുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ് നിയർ കുടൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ദേവയാനിക്കാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ് നിമിട്ട മന്ത്ര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നിമിട്ട മട്ര. ഈ ഒരു സിനിമ കന്നഡ ഭാഷയിൽ സൺനെക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഇൻട്രോഗേഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5ലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു മലയാളത്തിലുള്ള ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ബിഗ് ബെൻ എന്ന് പറയുന്ന സിനിമ. സൺനെക്സ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു മലയാളം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ജെറി എന്ന് പറയുന്ന സിനിമ. മനോരമ മാക്സ് വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ് ദ ബെറ്റർ സിസ്റ്റർ എന്ന് പറഞ്ഞൊരു സീരീസ് ആണ്. ഇംഗ്ലീഷ് സീരീസ് ആണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ത്രില്ലർ സീരീസ് ആണ് ഡിപ്പാർട്ട്മെന്റ് Q എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഫസ്റ്റ് സീസൺ ആണ്. ഇംഗ്ലീഷ് സീരീസ് ആണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ത്രില്ലർ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി സീരീസ് ആണ്. റോഷൻ മാത്യു പ്രധാന വേഷം കൈകാര്യം ഒരു ഹിന്ദി സീരീസ് ആണ് കാക്ക ജുര എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ സീരീസ് ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ലാലേട്ടന്റെ തുടരെന്ന് പറയുന്ന സിനിമയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുള്ളത്. തിയേറ്ററിൽ ഇപ്പോഴും നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയായിരുന്നു. ഇന്നലെ വരെ നല്ല തിരക്കുണ്ടായിരുന്നു തിയേറ്ററിലൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. തിയേറ്ററിലൊക്കെ പിൻവലിച്ചു കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയേറ്ററുകളൊക്കെ ഇപ്പോഴും ഈ സിനിമ കളിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും മലയാളം അടക്കമുള്ള 5 ഭാഷകളിലാണ് ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ സൂര്യ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റെട്രോ എന്ന് പറയുന്ന സിനിമയാണ്. കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത സിനിമയാണ്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റെട്രോ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ശരിക്കും ആദ്യം ഡേറ്റ് വന്നിരുന്നത് 31-ാം തീയതി ആയിരുന്നു, നാളെയായിരുന്നു. പക്ഷേ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ ഡേറ്റ് മാറി 30-ാം തീയതിക്ക് മാറ്റിയതാണ് അവർ. അപ്പോൾ റെട്രോ എന്ന സിനിമ ഇന്ന് അവൈലബിൾ ആണ്. മലയാളം ഭാഷ അടക്കം അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും സിനിമകൾ 18ഓളം സിനിമകളും സീരീസുകളാണ് ഈ ഒരു ദിവസം, അതായത് മെയ് മാസം 30-ാം തീയതി OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഈ സിനിമകളിൽ ഏതൊക്കെ സിനിമകളാണ് സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.